ടിക്കറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് തൃശ്ശൂരിൽ നിന്ന് പാലിയേക്കര ടോൾ പ്ലാസ എത്തുന്നതിന് മുമ്പ് ഇടതുവശത്തുള്ള തൃശ്ശൂർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഷോറൂമിലാണ്. നമ്മളൊരു വീട് പണിയുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷനാണ് നമ്മുടെ ഫ്ലോറിങ്സിൽ ഏത് മെറ്റീരിയൽ യൂസ് ചെയ്യണമെന്ന്. ടൈൽ ആയിക്കോട്ടെ, മാർബിൾ ആയിക്കോട്ടെ, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ, അതിനുള്ള ഒരു സൊല്യൂഷനായിട്ടാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് മാം. സാർ, അപ്പോൾ അരുൺ സാറും ജീന മാമും നമ്മുടെ കൂടെ തന്നെയുണ്ട്. കൂടുതൽ വിശേഷങ്ങളൊക്കെ സാറിനോട് നേരിട്ട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ സാർ, അപ്പോൾ നമ്മളിന്ന് എവിടെ നിന്നാണ് തുടങ്ങുന്നത്? ഫ്ലോറിങ്സിൻ്റെ ഗ്രാനൈറ്റ് ആണ് കൂടുതൽ. ഗ്രാനൈറ്റിന്റെ എല്ലാ വെറൈറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അതിനൊപ്പം ഈ നാനോ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. ഇതിപ്പോ നന്നായിട്ട് മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണോ? കിച്ചൺ സ്ലാബിലേക്ക് നല്ലോണം മൂവ് ചെയ്യണം. കിച്ചൺ സ്ലാബിലേക്ക് കുറെ മൂവ് ചെയ്യും. പിന്നെ ക്വാർട്സ് എന്ന് പറഞ്ഞിട്ട് ഈ കിച്ചൺ സ്ലാബിലേക്ക് തന്നെ ക്വാർട്സ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം ഉണ്ട്. ഇത് അതിന്റെ പല വെറൈറ്റീസ് ആണ്. അതൊക്കെ അവിടെ ഉണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണെന്നല്ലേ. ഗ്രാനൈറ്റ് ആണ് നമ്മുടെ മെയിൻ ഫോക്കസ്. പിന്നെ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഈ കടപ്പ, പിന്നെ ഷാബാദ്, കോട്ട സ്റ്റോൺ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ആണ് ചെയ്യുന്നത്. നാച്ചുറൽ കല്ലുകൾ, നാച്ചുറൽ സ്റ്റോൺസ് ആണ് കൂടുതലും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഓരോ സ്റ്റോണും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ വ്യൂവേഴ്സിനൊക്കെ അത് കൂടുതൽ അറിയാൻ ഒരുപാട് ആകാംക്ഷ ഉണ്ടാവും. നമുക്ക് എന്തായാലും അതൊക്കെ നോക്കാം സാർ. സോ നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം സാർ? ഇപ്പോൾ നമ്മൾ ഏറ്റവും ചെയ്യുന്നതിന്റെ ഒരു കിച്ചന്റെ സ്ലാബ് ആണല്ലോ കിച്ചൺ സ്ലാബിലേക്ക് ഉപയോഗിക്കാം. കിച്ചന്റെ സ്ലാബ് ആണ് നമ്മുടെ മെയിൻ ആയിട്ട് ഉള്ള ഒരു സെക്ഷൻ. അപ്പൊ അതില് ബ്ലാക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇത് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഒരു 10 ടൈപ്പ് ബ്ലാക്ക് ഉണ്ട്. 10 ടൈപ്പ് വരുന്നുണ്ട്. ബ്ലാക്കിൽ തന്നെ ഒരു 130 മുതല് ഒരു 320 രൂപ റേഞ്ചില് ബ്ലാക്കുകൾ തന്നെ. ഒരു 130 മുതൽ 320 രൂപ റേഞ്ചിൽ വരുന്ന ബ്ലാക്ക് സെക്ഷൻ ഉണ്ട്. ഇതൊക്കെ ഒരു 190 വരുന്ന ബ്ലാക്കാ. അതൊരു 240 റേഞ്ചിൽ. അതിന്റെ ബ്ലാക്കിന്റെ ഇതനുസരിച്ച്, അതായത് ഇതിന്റെ കുത്തുകൾ കുറവാ, ഡാർക്ക്നെസ് കൂടുതലാ. ഇതിൽ ചെറിയ കുത്തുകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് റേറ്റ് ഒരു 135. ഇതാണ് ഒരു നോർമൽ റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 130 ഒക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കിച്ചൺ ഗ്രാനൈറ്റ് ആണ്. നമ്മൾ കിച്ചണിൽ കൂടുതൽ നമ്മൾ ബ്ലാക്ക് ആണല്ലോ പ്രിഫർ ചെയ്യുന്നത്. ബ്ലാക്ക് അല്ലാതെ കൂടുതൽ പ്രിഫറൻസ് പിന്നെ കിച്ചൺ സ്ലാബിന് ഏതാ വരുന്നത്? കിച്ചൺ സ്ലാബിലേക്ക് റെഡ് ഗ്രാനൈറ്റുകള്. റെഡ് ഗ്രാനൈറ്റ് അല്ലേ? അപ്പൊ ഇതൊരു അത് കണ്ട റെഡ്, ഇത് മുഴുവൻ എല്ലാം ഓപ്പൺ ആക്കി വെക്കാൻ പറ്റിയിട്ടില്ല. റെഡ് ഗ്രാനൈറ്റ് അതൊരു 160 എബവ് വരുന്ന ഒരു റെഡ് ആണ്. ഇപ്പൊ അവിടെ ഒരു റെഡ്, 3-4 ടൈപ്പ് റെഡ് ഉണ്ട്. 3-4 ടൈപ്പ് വരുന്നുണ്ട് അല്ലേ? അതൊരു റെഡ്, അതൊരു 130 റേഞ്ചിൽ വരുന്നത്. 130 റേഞ്ചിൽ വരുന്നത്. പിന്നെ ഒരു 300 രൂപ റേഞ്ചിലുള്ള ലാക്ക റെഡ് എന്ന് പറയും. ലാക്ക റെഡ് രാജസ്ഥാനിൽ നിന്ന്. അതിന്റെ അത് ഉണ്ട് അവിടെ. പിന്നെ ഏതും നമുക്ക് ഹിമാലയൻ ബ്ലൂ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലുണ്ട്. ഹിമാലയൻ ബ്ലൂ. ഇതാണോ ഹിമാലയൻ ബ്ലൂവിന്റെ വരുന്നത്? 2 ഫീറ്റ് വന്നിട്ടുള്ളത്. 2 ഫീറ്റ് വരുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഈ ഒരു ഇതാണോ സ്ക്വയർ ഫീറ്റ് കണക്കാണോ? അത് 10 അടി നീളം, 10 അടി നീളം, 2 അടി വീതി. ഇങ്ങനെ ഒരു സിംഗിൾ സ്ലാബ് 20 സ്ക്വയർ ഫീറ്റ് വരുന്നത്. ഇതിപ്പോ എത്ര നമ്മുടെ റേഞ്ച് വരുന്നത്? 150. 150 എബവ് വരുന്നത്. ഹിമാലയൻ സ്റ്റോൺ അല്ലേ? ഹിമാലയൻ ബ്ലൂ. പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മളിപ്പോ കണ്ടത് കിച്ചൺ സ്ലാബിൽ വരുന്ന ഐറ്റംസ്, ബ്ലാക്കിലും റെഡിലും. പിന്നെ ഈ ഹിമാലയൻ ബ്ലൂ, ഗാലക്സി. ഗാലക്സി എന്ന് പറയുന്ന ഒരു ഫിഷ് ബ്ലാക്ക് എന്ന് പറഞ്ഞ ഇതിന്റെ സ്ലാബ് ഉണ്ടാവാറുണ്ട്. കിച്ചൺ സ്ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിച്ചന്റെ സ്ലാബിലേക്ക് ഐവറി കളറില്, വൈറ്റ് കളറില് ഐവറി ഒക്കെ വരുന്നുണ്ട്. ഇതാണ് നാനോ വൈറ്റിൽ വരുന്നത്. ഇത് നമ്മൾ ഫസ്റ്റ് ഓഫീസിൽ കണ്ട ആ ഒരു ഐറ്റം.
അത് നമ്മളിവിടെ ആവശ്യം സൈസ് അനുസരിച്ച് കട്ട് ചെയ്തൊക്കെ കൊടുക്കും. ഓക്കെ, ഇതിപ്പോ എത്രയാ ഇതിന്റെ ഒരു സൈസ് വരുന്നത്? ഒരു 44 സ്ക്വയർ ഫീറ്റ്. 44 സ്ക്വയർ ഫീറ്റ്, 9.5 അടി നീളം, 4 അടി വീതി. ഓക്കെ, ഇത് കിച്ചൺ സ്ലാബിലാണോ അതോ ഫ്ലോറിംഗ്? ഇത് കൂടുതൽ കിച്ചന്റെ സ്ലാബുകളിലാണ് പോകുന്നത്, കൗണ്ടർ ടോപ്പ് ആയിട്ട് വരുന്നത്. കടകളിലൊക്കെ ഇതാ കൊണ്ടിടാം. ഓക്കെ ഓക്കെ, നല്ല വൈറ്റ് ആണല്ലോ. ആ, അതുകൊണ്ട് അപ്പൊ നമ്മൾ ഇവിടുത്തെ പ്രത്യേകത നമ്മൾ ആവശ്യം സൈസ് അനുസരിച്ച് കട്ട് ചെയ്ത് കൊടുക്കും. കട്ട് ചെയ്ത് മോൾഡ് ചെയ്ത് കൊടുക്കും. അതിന് 2 ടൈപ്പ് ഉണ്ട്. നാനോ വെയിറ്റ് 2 ടൈപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. 2 കമ്പനിക്കാരുടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ ഏതായിട്ടാ വരുന്നത്? ഇത് ഇവിടെ നമ്മൾ G7 എന്നൊക്കെ പറയുന്നത്. G7 അല്ലേ? ഓക്കെ, അപ്പുറത്ത് G5 ഇരിക്കുന്നുണ്ട്. G5. ഓക്കെ, രണ്ടിലും എന്താ ഡിഫറൻസ് വരുന്നത്? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 2 കമ്പനിക്കാരാണ്. 2 കമ്പനിയാണ്. ക്വാളിറ്റി കൂടുതലുണ്ട്. ചെറിയ റേറ്റും കൂടുതൽ വരും. ഡിഫറൻസ് ഉണ്ട് റേറ്റിലാണെങ്കിലും. G7ഉം G5ഉം തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് തന്നെ ഉള്ളൂ അല്ലേ? ഓക്കെ, ഇപ്പൊ എന്നാലും ഏതാണ് കുറച്ചും കൂടി മൂവിംഗ് ആയിട്ട് വരുന്നത്? G7 ആണ് കൂടുതൽ മൂവിംഗ് ആയിട്ട് വരുന്നത്. ഓക്കെ, യാതൊരു വിഷയമില്ല. നമ്മുടെ കൗണ്ടറിലിട്ടുള്ളത് 5 G5 ഇട്ടുള്ളത്. ഓക്കെ, വിഷയമില്ല. നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. വേറെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, എത്ര നാള് കഴിഞ്ഞാൽ നമ്മളിപ്പോ അവിടെ മഷി എല്ലാ കാര്യങ്ങളും ഒരു കണ്ടില്ലേ നിങ്ങൾ? ഓക്കെ, കൂടുതൽ കൗണ്ടർ ടോപ്പുകളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണ് പറഞ്ഞത്. പിന്നെയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ പീസുകൾ. ഓക്കെ, നമുക്ക് ഏത് സൈസിലാണ് ആവശ്യം വേസ്റ്റിലാണ് കൊടുക്കും. ഓക്കെ, അത് കട്ട് ചെയ്ത് മോൾഡ് ചെയ്ത് ഫിനിഷ് ചെയ്തിട്ട് കൊടുക്കും. പിന്നെയുള്ളത് ഈ ക്വാർട്സ് ഐറ്റംസ് അല്ലേ? കിച്ചൺ സ്ലാബിലേക്ക് പോണതാണ്. കിച്ചൺ സ്ലാബിലേക്ക് കുറച്ച് ഇതാണ് ഐവറി. ഇത് കുറച്ചുകൂടി കുറച്ച് പെട്ടെന്ന് മൂവ് ചെയ്യണ ഒരു ഐറ്റാ. ഈ ഒരു പായസത്തിന്റെ പാലിന്റെ പ്രഥമന്റെ കളറാണ്. ഓക്കെ, അതിന്റെ ഗ്രേ ഉണ്ട്. ഗ്രേ തന്നെ വരുന്നുണ്ട്. നമ്മളിവിടെ അത് ആൾക്കാർക്ക് അത് വേസ്റ്റേജ് ഇല്ലാണ്ട് നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കും. ഒരുവിധം നമുക്കും ദോഷം പാടില്ല, കസ്റ്റമേഴ്സിന് ഒരു സ്കീമില് അത് ചെയ്ത് കൊടുക്കും. കുറച്ച് കോസ്റ്റ്ലി ആയിട്ട് ഇമ്പോർട്ടഡ് ഐറ്റംസുകൾ. ഈ എമറാൾഡ് പേൾ എന്നൊക്കെ പറഞ്ഞിട്ട്. എമറാൾഡ് പേൾ ഗ്യാങ്സ് ആണ്. ഓക്കെ, കുറച്ച് റേഞ്ച് 700 റേഞ്ചിൽ ഒരു 700 എബവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് ആവശ്യത്തിന് കട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, സാധാരണക്കാർക്ക് എമറാൾഡ് പേൾ ഇടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഒരു ചെറിയ പോർഷനെങ്കിൽ ചെറിയ പോർഷൻ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്ന തരത്തിലല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഹിമാലയൻ ബ്ലൂ 4 അടി വീതിയുള്ളത്. ഇതൊക്കെ നമ്മളിങ്ങനെ കിച്ചണിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ഫ്ലോറിലേക്കുള്ള മെയിൻ ആയിട്ട് ഫ്ലോറാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ കിച്ചന്റെ സ്ലാബ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രം. ഇതൊക്കെ ഫ്ലോറിലേക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഫ്ലോറിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തന്നെയാണ് ഇതൊക്കെ ഫ്ലോറിലേക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ്. കിച്ചന്റെ സെക്ഷൻ ഓക്കെ ഓക്കെ, കിച്ചൺ സ്ലാബിൽ യൂസ് ചെയ്യാം എന്ന് മാത്രം അല്ല, ഫ്ലോറിങ്ങിനും നമുക്ക് കിച്ചൺ സ്ലാബിൽ തന്നെ. ഇത് റെഡ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, റെഡ് കിച്ചന്റെ സ്ലാബിക്ക് അവിടെ കണ്ട റെഡാണ്. സെയിം ഐറ്റം തന്നെ നമുക്ക് ഫ്ലോറിങ്ങിലേക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെ ഫ്ലോറിങ്ങിലേക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഗ്രാനൈറ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആണ്. നാച്ചുറൽ സ്റ്റോൺ ആണ്. വേരിയേഷനിൽ നമുക്ക് ജീവിക്കാം. അതെ, ഓക്കെ. ഇപ്പൊ അതേമാതിരി ലോങ് ലൈഫ്. നമ്മളിപ്പോ ചായ വീണു അല്ലെങ്കിൽ എന്തെങ്കിലും കറ വീണാലും അത് നമുക്ക് ധൈര്യമായിട്ട് ഫ്ലോറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ല ക്വാളിറ്റി. അതായത് ഗ്രാനൈറ്റിന്റെ ട്രെൻഡ് എന്ന് പറയുമ്പോ 10 കൊല്ലം കഴിഞ്ഞാൽ ഈ ഗ്രാനൈറ്റിന് ഉണ്ടാവുള്ളൂ. അപ്പൊ 10 കൊല്ലം കഴിഞ്ഞാൽ ഗ്രാനൈറ്റിൽ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. കുറച്ച് ചെറിയതായിട്ട് വരും, കുറച്ച് ചില കളികൾ പുതിയത് വരും. ഓക്കെ, അല്ലെങ്കിൽ ഇത് അതിന്റെ പാറ്റേണിലാണോ എന്തെങ്കിലും ഡിഫറൻസ് ഒക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഗ്രാനൈറ്റിന്റെ ഇതില്? ഗ്രാനൈറ്റിന്റെ പാറ്റേൺ എന്ന് പറയുമ്പോ ഗ്രാനൈറ്റിന്റെ വില എങ്ങനെ നിശ്ചയിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഗ്രാനൈറ്റ് പ്ലെയിൻ ആണ്. പ്ലെയിൻ ആയിട്ടുള്ള ഗ്രാനൈറ്റ് ആണ്. ഇതിലിപ്പോ എന്തെങ്കിലും ഒരു ചെറിയൊരു ബ്ലാക്ക് മാർക്ക് വന്നില്ല. ബ്ലാക്ക് മാർക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ വില കുറച്ച് കുറയും. 10 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 15-20 സ്ക്വയർ ഫീറ്റ് കുറഞ്ഞു. കുറച്ചും കൂടി ഷാർപ്നെസ്സും അതിന്റെ എന്താ പറയാ, നമുക്ക് അതിൽ കൂടുതൽ എന്തെങ്കിലും വരുവാണെങ്കിലാണ് കുറെ കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടിരിക്കും. അത് ഒന്നാമത് പിന്നെ പോളിഷ്, ലൈൻ പോളിഷ് ആണോ മെഷീനില് ചെയ്യുന്ന പോളിഷ്, ലൈൻ പോളിഷ് എന്ന് പറയാം. അതാവുമ്പോ നല്ല ഷൈനിങ് ഉണ്ടായി. ഈ കല്ലുമ്മ ഇവിടെ കണ്ട ചെറിയൊരു ഡിസൈൻ വന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ അത് ഒരു കമ്പനിയിൽ കയറി ചെല്ലുമ്പോ 3 ഗ്രേഡ്, ഫ്രഷ്, കൊമേഴ്സ്യല്, ഹൈ കൊമേഴ്സ്യല്, ഒരേ ഐറ്റം തന്നെ ഫ്രഷ് ആണെങ്കിൽ റേറ്റ് വാങ്ങിക്കും. ഒരിക്കലും ഒരു ഗ്രാനൈറ്റിന് ഒരു MRP ഇട്ടിട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് ടാൻ ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കല്ല്. ടാൻ ബ്രൗൺ അത് സാധാരണ വലിയ റേറ്റ് ഇല്ല, എന്നാ നല്ല ക്വാളിറ്റി ഉള്ള കല്ലാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ അല്ലേ? 140 സാധാരണ ഒക്കെ നല്ല മൂവിംഗ് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. അതെ അല്ലേ? ചില കല്ലുകള് ഇപ്പൊ കിട്ടും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോ പാറകൾ ചിലപ്പോ കിട്ടാണ്ടാവും. അങ്ങനെയൊക്കെ വരും. അപ്പൊ കുറച്ച് ഷോർട്ടേജ് വരുന്നു മാത്രം. ഓക്കെ,
ഇതൊക്കെ അങ്ങനത്തെ ഈ കല്ലൊക്കെ അങ്ങനെ വരുന്ന കല്ലുകളാണ്. ചിലപ്പോ കിട്ടില്ല എന്ന് പറയും, ചില സമയത്ത് കിട്ടില്ല, ഇല്ലാതെ പറയേണ്ടി വരും. ബ്രൗണിൽ തന്നെ ഒരു 4 ടൈപ്പ് ടാൻ ബ്രൗൺ ഉണ്ട്. ടാൻ ബ്രൗൺ വരുന്നുണ്ട്, ഒരു 4 വെറൈറ്റീസ് ഒക്കെ വരുന്നുണ്ട് അല്ലേ? ഇതല്ലേ ഇതും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, കുറച്ചും കൂടി പോളിഷിന്റെ കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ? കുറവാണ്. ഓക്കെ. പിന്നെ ഇനി ഇതിന്റെ ലപ്പോത്രയാണ് ഇത്. ഈ കല്ലിന്റെ ലപ്പോത്രയാണ് ഇത്. അപ്പൊ അതിനേക്കാൾ കുറച്ചും കൂടി ഗ്രിപ്പുള്ള ടൈപ്പ്. 10 രൂപ അതിന് കൂടും. വൈറ്റില് ലപ്പോത്ര. പിന്നെ ഇനിയിപ്പോ ഇവിടെ ഇതൊരു ലപ്പോത്ര. ഇത് ടാൻ ബ്രൗൺ എന്ന് പറഞ്ഞില്ലേ? ടാൻ ബ്രൗൺ വേറൊരു മോഡല്. ഇത് കുറച്ച് റേറ്റ് കുറവാണ്. ഇത് കണ്ട, ഇതൊക്കെ ടാൻ ബ്രൗണിൽ വരുന്നതാ. ടാൻ ബ്രൗൺ ഇതില് വരുന്നത് റേറ്റ് വളരെ റേറ്റ് കുറവാണ്. നല്ല കല്ലാണ്, ബെസ്റ്റ് എന്ന് പറയില്ല. നമ്മള് ലോക്കൽ ഷോപ്പുകൾ കൊണ്ടുവരിക, കംപ്ലൈന്റ് ഇല്ലാത്ത കല്ലുകൾ നമ്മൾ ലോക്കൽ ഷോപ്പുകൾ കൊണ്ടുവരുള്ളൂ. കംപ്ലൈന്റ് എല്ലാ റിസ്ക് ഉള്ള കല്ലുകളൊന്നും കൊണ്ടുവരില്ല, കാരണം അവർക്ക് നിലനിൽപ്പ് വേണ്ട. ഏത് കടയിലും ലോക്കലായിട്ട് പർച്ചേസ് ചെയ്താലുള്ള ഗുണാതാ. ഏത് ഗ്രാൻഡ് കട നിർത്താലും നല്ല, അതാണ് ഇവിടുത്തെ മാർക്കറ്റ്. പിന്നെ ഇനി കല്ലുകൾ ഇവിടെ കല്ലുകൾ തന്നെയാണ്. ഇത് വേറെ ടാൻ ബ്രൗണിന്റെ വേറൊരു വെറൈറ്റി. റേറ്റ് വരുന്നില്ല. ഇത് ബ്ലാക്ക് പേൾ എന്ന് പറഞ്ഞൊരു കല്ല്. ഇനി ബ്ലാക്ക് പേളിന്റെ ലപ്പോത്ര അവിടെ ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് പേളിന്റെ നമുക്ക് കൂടുതൽ ഇപ്പൊ കസ്റ്റമേഴ്സ് വരുമ്പോ അവര് ഏതൊക്കെ ടൈപ്പ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? സിറ്റ് ഔട്ട് ഭാഗങ്ങളിലേക്ക് ലപ്പോത്ര പ്രിഫർ ചെയ്യുന്നുണ്ട്. ഗ്രിപ്പ് വേണം. പിന്നെ വീടിന്റെ അകത്തേക്ക് ലൈറ്റ് കളറുകളാണ് കൂടുതൽ പോകുന്നത്. കുറച്ച് മൂവ് ചെയ്തോണ്ടിരിക്കുന്നത് അതാണ്. ലൈറ്റ് കളറുകള് വീട് ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോഴേ നമ്മള് ഈ ബേബി മെറ്റലൊക്കെ ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തത് നല്ലതാണ്. വീടിന് നമ്മുടെ ഈ കേരളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിയിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെ വെള്ളം മുകളിലേക്ക് വരാൻ പാടില്ല. അപ്പൊ ഫ്ലോർ ഇത് ചെയ്യുമ്പോ നമ്മള് ബേബി മറ്റേ മുഴുവൻ വലിയ മെറ്റൽ ഇട്ടിട്ടില്ല ഇത് ചെയ്യാറ്. അതിന് പകരം ചെറിയ അതും ഇടുക, കുറച്ച് ബേബി ചെറിയ മെറ്റലും കൂടി ഇട്ടിട്ട് കോൺക്രീറ്റ് ചെയ്യാം. അപ്പൊ വെള്ളം മുകളിലേക്ക് വരില്ല. അപ്പൊ തന്നെ കുറച്ചും കൂടി ലൈഫ് ഉണ്ടാവും നമ്മുടെ ഗ്രാനൈറ്റ്സിനൊക്കെ. ലൈറ്റ് കളർ കല്ലിട്ടാലും യാതൊരു കുഴപ്പമില്ല. പിന്നെ അതിലും പിന്നെ ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ഫ്ലോറില് നമ്മൾ വിരിക്കുമ്പോ പിന്നെ ഗ്രാനൈറ്റിന്റെ പിന്നില് ചെറിയ കോട്ടിങ് ചെയ്യും. വാട്ടർ പ്രൂഫ് ചെറിയ കോട്ടിങ് ചെയ്യുന്നുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ലൈഫ് കിട്ടും. അത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ടൈലർ കസ്റ്റമറിന് കൊടുക്കുകയാണെങ്കിൽ അതിനുള്ള ഇൻസ്ട്രക്ഷൻസും കൂടി കൊടുക്കും. നമ്മളിപ്പോ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ കല്ലിനനുസരിച്ച് ഇപ്പൊ വൈറ്റ് ബേസ് കല്ലാണെങ്കിൽ നമ്മൾ പറയും വൈറ്റ് സിമെന്റില് ചെയ്യാം. പറയും വൈറ്റ്നെസ് കയറി കിട്ടും. പല കാര്യങ്ങളും നമ്മൾ തന്നെ റെഫർ ചെയ്ത് കൊടുക്കാം, പണിക്കാരെ റെഫർ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഫ്ലോറിൽ ഏതാണ് വരുന്നത്? പിന്നെ ഫ്ലോറിലേക്ക് ഇവിടെ ഒരു കല്ലുണ്ട്, മൂൺ വൈറ്റ്. ഇതൊക്കെ ഫേമസ് ആയിട്ടുള്ള കല്ലുകളാണ്. നല്ലൊരു സ്റ്റോൺ ആണ്. ഒരു ലൈറ്റ് കളർ വീട് മൊത്തം നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഒരു വീടിന്റെ ഫ്ലോറിങ്ങിന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്ന റൈറ്റ് ആണ് അല്ലേ? സ്റ്റാൻഡേർഡ് ആയിട്ടാണ്. ഇനി ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ടൈലുകള്. ഓക്കേ, ഗ്രാനൈറ്റ് ടൈലുകള്. ഗ്രാനൈറ്റിന്റെ തന്നെ ടൈല് വരുന്നത്. ഇത് നമുക്കിത് ഫ്ലെയിംഡ് എന്ന് പറയും. ഫ്ലെയിംഡ് അല്ലേ? അമ്പലങ്ങളില് പിന്നെ വീടുകളിലെ കോർട്ട്യാർഡുകള്. ഇതിന്റെ പോളിഷ് ആണ്. ഇതിന്റെ തന്നെ പോളിഷ്ഡ് ഐറ്റം. അത് നമുക്ക് നോർമൽ ഫ്ലോറിൽ യൂസ് ചെയ്യാം. ഓക്കെ. പിന്നെ ഈ ഫ്ലെയിംഡിൽ തന്നെ ബ്ലാക്കിൽ ഉണ്ടാവും, റെഡിലുണ്ട്. ഇതിന്റെ തന്നെ വെറൈറ്റീസ് വേറെ വരുന്നുണ്ട്. ഈ ഫ്ലെയിംഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെന്റെ ഒരു വെറൈറ്റീസ് ബ്ലാക്കിൽ വരുന്നതും റെഡിൽ വരുന്നതും നമുക്കിവിടെ ഉണ്ട്. ഓക്കെ. ഇത് ബ്ലാക്കിൽ, ഇത് ബ്ലാക്ക് ആണ് സംഭവം. ഓക്കെ. ഈ ഫ്ലെയിംഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലില് ഗ്രാനൈറ്റില് മാർബിൾ തന്നെയല്ലേ? ഗ്രാനൈറ്റിന്റെ തന്നെ ഫ്ലെയിംഡ് ഐറ്റം. ഓക്കെ. അതിന്റെ ബ്ലാക്കും റെഡും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഒരു ചെറിയ ലൈറ്റ് ഗ്രേ കളറും നമുക്കിവിടെ ഉണ്ട്. പിന്നെ ഇത് ബ്ലാക്ക് ഇങ്ങനെ കാണുമ്പോ ഗ്രേ ആണ്, പക്ഷേ ശരിക്കും നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ്. അത് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ക്ലിയർ അടിച്ചാൽ മതി. ഓക്കെ. ക്ലിയർ അടിച്ചാലാണ് അതിന്റെ ഡാർക്ക്നെസ് ഡിഫറൻസ് മനസ്സിലാവുക. ഓക്കെ. ഇതിന്റെ ഈ കല്ലിന്റെ പോളിഷ്ഡ് ഐറ്റം. അതുപോലെ റെഡിന്റെ പോളിഷ്ഡ് ആണോ അത്? ഓക്കെ.
ഓക്കെ. പിന്നെ വരുന്നത് നമ്മുടെ സാധാ പിന്നെ വരുന്നത് ഈ ഇരിക്കുന്നത് പിന്നെ ഒക്കെ ഗാലക്സി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്കും ഗോൾഡും കുത്തുള്ളത്. ഗാലക്സി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ. അതിലെ പല സൈസുകളുണ്ട്. ഒരു 2x1 ഏറ്റവും ബേസിക് ഇപ്പൊ ഒരു 1.25 സൈസ് മുതല് 5 അടി നീളം, 6 അടി നീളം, ആ ഒരു സ്ലാബിന്റെ വലിപ്പം 3 അടി വീതിയുള്ള അത്രയും വലിപ്പത്തിൽ തന്നെ ഫുള്ള വരുന്നുണ്ട്. ഒക്കെ അതിന്റെ ഗാലക്സി തന്നെ വെറൈറ്റി സൈസുകളിൽ വരുന്നത്. ഓക്കെ ഓക്കെ. നമ്മളിപ്പോ നോർമൽ ഒരു സൈസ് എന്താ വരുന്നത് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നത് 3.2. അതൊക്കെ ഒരു 110 റേഞ്ചിൽ വരുന്നത്. പിന്നെ അതിന്റെ സൈസ് ഡിഫറൻസിനനുസരിച്ചിട്ട് അതിന്റെ പ്രൈസ് കൂടും. 2x1, 2x1 എന്ന് പറയും. 1.25 ഓക്കെ. 70 രൂപ 65 രൂപ റേഞ്ച്. അപ്പോ ഈ ഗാലക്സി തന്നെ ഇത് കണ്ടോ, ഇത് പ്ലെയിൻ ബ്ലാക്ക് ഇതൊക്കെ ഒരു 100 രൂപ സ്റ്റെപ്പ് മിക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റെയറിന്റെ ഒക്കെ വരുന്നത്. വെട്രിഫൈഡിന് തന്നെ ഇപ്പൊ സ്റ്റെപ്പ് ടൈലുകൾ വെട്രിഫൈഡിന് വരുന്നത് 100 രൂപ റേഞ്ച് വരുന്നത്. ഗ്രാനൈറ്റ് തന്നെ നമുക്ക് 100 രൂപ റേഞ്ചിലേക്ക് വെട്രിഫൈഡ് ടൈലുകൾ ബ്ലാക്ക്. ഇതിന്റെ ഗാലക്സിയുടെ ഉണ്ട് ടൈല്. ഗാലക്സിയിൽ തന്നെ അതിന്റെ ഗ്രേഡിന് എങ്ങനെയാ ഡിഫറൻസ് വരുന്നത്? ഗാലക്സിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് അതിന് ഷൈനിങ് നോക്കിട്ടാ. ഷൈനിങ് ആണ്. ഷൈനിങ്ങും അതിന്റെ പോളിഷും നോക്കിട്ടാ. ഓക്കെ ഓക്കെ. പോളിഷിങ്ങും ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ 4x1 ആണ്. 4 അടി നീളം, 1 അടി വീതി. ഇതൊക്കെ ബിൽഡിംഗിലേക്ക് പോണത്. ബിൽഡിംഗിന്റെ സ്റ്റെപ്പുകളിൽ പോണത് കുറച്ചുകൂടി വലിയ സ്റ്റെയറും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ സിംഗിൾ പീസ് ആയിട്ട് വെക്കാൻ പറ്റുന്നത്. കിച്ചൺ സ്ലാബുകൾക്ക് ഗാലക്സിയുടെ അത് പോകുന്നുണ്ട്. റേറ്റ് കുറച്ച് കുറവ് ബഡ്ജറ്റഡ് ആയിട്ടുള്ള കേസുകൾക്ക് ഇതാ പോവാ. പണി എളുപ്പമുണ്ട്. ഒരു സിംഗിൾ പീസ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ സ്റ്റോണുകളുടെ ഡിസ്പ്ലേ ആണ്. ഓക്കെ. നമ്മള് നേരത്തെ നമ്മള് കണ്ടിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഗ്രാനൈറ്റ്സിന്റെയും ഓക്കെ ഒരു 50% നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കസ്റ്റമേഴ്സിന് നേരിട്ട് ജസ്റ്റ് ഒരു ഡിസ്പ്ലേ നോക്കി തന്നെ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സെലക്ട് ചെയ്യാം. അതല്ല ഇനി സ്റ്റോണുകൾ അവിടെ നമുക്ക് ഇഷ്ടംപോലെ കാണാനുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ ഓക്കെ നമ്മൾ പറഞ്ഞൊരു സെക്ഷൻ അല്ലേ എൻഗ്രേവിങ്, അതായത് നമ്മൾ ടൈലിലും ഗ്രാനൈറ്റിലും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫോട്ടോ എൻഗ്രേവ് ചെയ്ത് കൊടുക്കുന്ന ഒരു സെക്ഷൻ അല്ലേ? ഓക്കെ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ള കോഡ്സിന്റെ ഒക്കെ അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇവിടെ തന്നെ ഓൾമോസ്റ്റ് എല്ലാം. ഓക്കെ. താണ്ടൂർ സ്റ്റോൺ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇത് നമ്മൾ കൂടുതലും നമ്മുടെ മിറ്റത്ത് ഓക്കെ നമ്മൾ നോർമലി കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലാവരും അതെ ചൂട് കുറവായിരിക്കും. ഓക്കെ. കുറവായിരിക്കും അല്ലേ? ഇതിപ്പോ നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ്. ഓക്കെ. താണ്ടൂർ സ്റ്റോൺ എന്ന് പറയുന്നത് അല്ലേ? ഇതിപ്പോ എത്ര തിക്നെസ് വരുന്നത്? 40 mm തിക്നെസ് വരുന്നത് അല്ലേ? 20 mm ഉണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ഭാഗം പോളിഷ്ഡ് ഉണ്ട്. ഓക്കെ. പോളിഷ്ഡ് ആയിട്ടുള്ളത് അല്ലേ? സെമി പോളിഷ്. ഇത് നമ്മൾ ഈ ബേക്കറി അല്ലെങ്കിൽ മറ്റേ വർക്ക്ഷോപ്പുകൾക്കൊക്കെ വലിയ വില വരാണ്ട് ചീപ്പായിട്ട് ഇടാൻ പറ്റും. ഷാബാദിൽ തന്നെ 20 mm സെമി പോളിഷ് ആണ് അത്. അപ്പൊ ഇത് നമ്മൾ കൂടുതൽ ബേക്കറികള്, വർക്ക്ഷോപ്പ്, റെയിൽവേ സ്റ്റേഷനിലേക്കും ഉപയോഗിക്കാറുണ്ട്. ഇതങ്ങനെ പോകുന്ന സെമി പോളിഷ്ഡ് അല്ലേ? ഇതിന്റെ തന്നെ കുറച്ചും കൂടി റേറ്റും കൂടുതൽ ക്വാളിറ്റിയും കൂടി ആയിട്ടാണ് കോട്ടാസ്റ്റോൺ. അത് രാജസ്ഥാനിലെ അത് വീടുകളിലേക്കാണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത്. വീട്ടിലേക്ക് പല കണ്ടംപററി സ്റ്റൈൽ വീടുകളുണ്ടല്ലോ, ആർക്കിടെക്റ്റുകൾ കോട്ടാസ്റ്റോൺ മാത്രം പ്രിഫർ ജീവിക്കാന്നുള്ള കൺസെപ്റ്റില് അവര് ഇത് ചെയ്തിട്ട് പോളിഷ് ചെയ്യണം കേട്ടോ. പോളിഷ് ചെയ്ത് ലൈറ്റ് ഗ്രീൻ കളർ വരും. ഇത് കുറച്ച് നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം ആണ് അല്ലേ? ഓക്കെ. നല്ല റേഡിയേഷൻ ആണല്ലോ നാച്ചുറൽ. ഓക്കെ. അങ്ങനത്തെ പിന്നെ ഇതിന്റെ റഫ് ഉണ്ട്, കോട്ടാസ്റ്റോണിന്റെ റഫ് വരുന്നുണ്ട്. ഇതിനേക്കാൾ പൊടി റേറ്റ് കൂടുതൽ, ചെറിയൊരു കോസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. തൃശ്ശൂർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിന്റെ ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. സാർ, നമ്മൾ കൂടുതൽ കസ്റ്റമർ ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ സർവീസസ് ആണ് കസ്റ്റമേഴ്സിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓക്കെ. നമ്മളിപ്പോ ഓൾമോസ്റ്റ് എത്ര വർഷമായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു സ്ഥാപനം?
20 വർഷമായിട്ട് ഫാമിലി തുടങ്ങിയില്ല, പണി തുടങ്ങിയിട്ടാണ്. ഇപ്പൊ സാറും മാഡം മാഡം വൈഫ് ആള് ഇപ്പൊ ഫുഡ് കഴിക്കാൻ പോയോ? അപ്പൊ നമ്മള് ഓൾമോസ്റ്റ് എല്ലാ ഇന്ത്യൻ ഐറ്റംസ് ആണ് കൂടുതൽ, ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടല്ലേ ഗ്രാനൈറ്റ്സിന്റെ. ഇന്ത്യയിലുള്ള എല്ലാ ഗ്രാനൈറ്റുകളും ഇമ്പോർട്ടഡ് ഐറ്റംസ് കണ്ടമാനില്ല. ഫേമസ് ആയിട്ടുള്ളതൊക്കെ ഇറ്റാലിയൻ മാർബിളിന്റെ കുറച്ച് സെക്ഷൻ ഉണ്ട്. പിന്നെ നമ്മള് കണ്ടില്ലോ ചില നാനോ വെയിറ്റ് അതൊക്കെ ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ പ്രേക്ഷകർക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും. കാരണം നമ്മൾ സാധാരണ വീട് പണിയുമ്പോൾ ഫ്ലോറിങ്ങിൽ ഗ്രാനൈറ്റ് വേണോ, ടൈൽ വേണോ, മാർബിൾ വേണോ, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരും കൂടി ഉണ്ടാവും. ആ ഒരു പ്രേക്ഷകർക്ക് നമ്മുടെ വീഡിയോ എന്തായാലും വളരെ ഉപകാരപ്രദമായിരിക്കും. ഓൾമോസ്റ്റ് നമ്മൾ ഗ്രാനൈറ്റിൻ്റെ തന്നെ ഒരുപാട് സെക്ഷൻസ് നമ്മൾ കണ്ടു, അതിൻ്റെ തന്നെ വെറൈറ്റികളൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. നമ്മളെന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതാണ്. ഓപ്റ്റിക്കൽസിന്റെ ഈ ഒരു വീഡിയോ തൃശ്ശൂർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിലായിരുന്നു. നിങ്ങളുടെ മനസ്സിലുള്ള ഫ്ലോറിങ്ങിനെ പറ്റിയുള്ള സംശയങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കും ഈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ.